കുക്കിംഗ് റീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബീഫ് സ്റ്റൂ ആണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബീഫ് വേവിക്കാൻ ആവശ്യമായ വേപ്പിലയും സ്പൈസസും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സവാള എടുത്തത് നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്കത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇറച്ചി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ഇത് ഇറക്കി മാറ്റി വെക്കാം. ഇനി ചൂടായി വന്ന ഒരു ചീനച്ചട്ടിയിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയും കൂടി അരിഞ്ഞ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും പച്ചക്കറിയും ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് വലിയൊരു തേങ്ങയുടെ ഇടപ്പാൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തലപ്പാലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.